നമസ്കാരം. ഞാൻ ഉണ്ടാക്കുന്ന വെറും കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന അരമുറി തേങ്ങ, പിന്നെ വന്നിട്ട് ഒരു 50 ഗ്രാം പുളിയാണ്, വാളം പുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിന് ഒരു 100 ml വെള്ളം ഒഴിക്കുക. 100 ml കുറച്ച്, അപ്പം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് തിക്കായിട്ട് ഈ 100 ml ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക. അപ്പം ഈ തേങ്ങയിൽ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ജീരകം, കുറച്ച് കൊച്ചുള്ളി ഇടുക. ഒരു കൊച്ചുള്ളി ഇട്ടാൽ മതി. കുറച്ച് ജീരകം എന്ന് പറഞ്ഞാൽ അരമുറി തേങ്ങയിൽ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ. പിന്നെ വന്നിട്ട് കുറച്ച് 4-5 ഉണക്കമുളക് തടുക്ക അടിക്കാൻ വേണ്ടി കുറച്ച് 2 കൊച്ചുള്ളി സ്ലൈസ് ചെയ്തത്, പിന്നെ വന്നിട്ട് കുറച്ച് കരിവേപ്പില. അപ്പോൾ പുളി വന്നിട്ട് നമ്മൾ ഇങ്ങനെ വെള്ളം കലക്കി വെച്ചിരിക്കുകയാണ്, മിക്സ് ചെയ്തിട്ടുള്ളത്. അത് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. പിന്നെ വന്നിട്ട് നമ്മുടെ ഉലുവയും കടുകും. അപ്പം നമ്മൾ ഒരു ചട്ടി എടുക്കുക, നല്ല ഫയർ കൂടിപ്പോയി ചെയ്ത് ഫയർ കുറയ്ക്കുക. ഫയർ കുറച്ചിട്ട് നമ്മുടെ ഈ ഉലുവ ഇടുക. ഉലുവയിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ചേർക്കേണ്ടത് പിന്നെ കടുകാണ്. കടുക് ചേർക്കുക. പിന്നെ വന്നിട്ട് നമ്മൾ ചേർക്കേണ്ടത്, നമ്മൾ 2 കൊച്ചുള്ളി കട്ട് ചെയ്ത് വെച്ച് സ്ലൈസ് അതും ചേർക്കുക. പിന്നെ ഉണക്കമുളകും കരിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, വളരെ പെട്ടെന്നാണ് കാര്യം. അപ്പം അത് ഈ ഒണിയൻ ഒന്ന് ബ്രൗൺ ആയി വരും. അപ്പം നമ്മൾ ആ തേങ്ങാ പേസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. തേങ്ങാ പേസ്റ്റിൽ നമ്മൾ ശകലം ചില്ലി പൗഡറും കുറച്ച് ചില്ലി പൗഡർ, ജീരകം, കൊച്ചുള്ളി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം മറ്റേത് പുളിയാണ്, പുളി സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ കുറച്ച് നമ്മൾ നല്ലോണം ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മുടെ ചില്ലി പൗഡർ ഒന്ന് സോട്ട് ചെയ്യാൻ വേണ്ടി സോട്ട് ചെയ്തതിനു ശേഷം ആ പുളിവെള്ളം നമ്മൾ ഒഴിക്കുക. പിന്നെ നമ്മുടെ തേങ്ങയും, പിന്നെ തേങ്ങ, കൊച്ചുള്ളി, കുറച്ച് ചില്ലി പൗഡർ നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പ്, ചില്ലി പൗഡർ, തേങ്ങ, അരച്ചു വെച്ചിരുന്ന അരപ്പ് നമ്മൾ ഇങ്ങനെ ഒഴിക്കുക. നമ്മൾ സാധാ ചമ്മന്തിക്ക് അരയ്ക്കുന്ന ഒരു അരപ്പാണ്. സാധാ ചമ്മന്തിക്ക് ഈ തിരുവനന്തപുരം ആൾക്കാരൊക്കെ ചമ്മന്തി അരയ്ക്കുന്ന അരപ്പാണ്. അപ്പം അതിങ്ങനെ മിക്സ്, പുളി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ പുളി വെള്ളമുണ്ട്, പിന്നെ തേങ്ങ പേസ്റ്റും ആണ് ഇത്രയും ഉള്ളത്. പിന്നെ നമ്മൾ ശകലം വെള്ളം ഒഴിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. വെള്ളം ഒഴിക്കുക. അപ്പം ഈ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രസമൊക്കെ കൂട്ടാൻ പറ്റാത്തവർക്ക് ഇതൊരു ഓപ്ഷനാണ്. പിന്നെ പുളിശ്ശേരി, ചിലർക്ക് തൈര് അലർജി ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സൂപ്പർ ഓപ്ഷനാണ് ഒരു തേങ്ങ അരച്ച വെറും കറി സിമ്പിളായിട്ട് ആണല്ലോ. നമ്മുടെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇത് സ്ലോ ഫയറിൽ വെച്ച് തിളപ്പിക്കാൻ പാടില്ല. തിളപ്പിച്ച് നമ്മുടെ പുളിശ്ശേരിയൊക്കെ തിളയ്ക്കാൻ പാടില്ല. തിളച്ച് വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യുക ആണല്ലോ. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടല്ലോ. അപ്പം ഇങ്ങനെ ഒരു വെറും കറിയാണ്. അപ്പം ചോറിനോടെയും വെറും കറി ഉണ്ടെങ്കിൽ, ഒരു ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പം ഈ തൈര് ഇഷ്ടപ്പെടാത്തവർക്കും പിന്നെ രസം ഇഷ്ടപ്പെടാത്തവർക്കും നല്ല ഓപ്ഷനാണ്, സൂപ്പർ ഓപ്ഷനാണ്, കിടില ഓപ്ഷനാണ്. അപ്പം എന്തായാലും ഇത് ട്രൈ ചെയ്യുക. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ആണല്ലോ, സൂപ്പറാണ്. അപ്പോൾ നമുക്ക് വെറും കറി ചോറിൻ്റെ കൂടെ ബെസ്റ്റ് ഓപ്ഷനാണ്. ചോറിൻ്റെ കൂടെ പറ്റുള്ളൂ കേട്ടോ. സൂപ്പറായിരിക്കും, കിടിലമായിരിക്കും. ട്രൈ ചെയ്യുക. ബൈ.